ഇതിൻ്റെ ഈ സെൻസറിൻ്റെ ഈ ഫ്രണ്ടിൽ ഈ സെൻസറിൻ്റെ അവിടെ കൈ വരുമ്പോഴാണ് ഇത് വർക്ക് ചെയ്യുന്നത്, ഇത് ഓപ്പൺ ആകുന്നത്. അപ്പോൾ ഇതെങ്ങനെ അതിൻ്റെ പ്രവർത്തിപ്പിക്കുന്നതെന്നറിയാം. ഇതിൻ്റെ ബാക്കിലൊരു സ്വിച്ച് ഉണ്ട് ഇവിടെ. ഈ സ്വിച്ച് പരമാവധി എപ്പോഴും ഓഫ് ചെയ്തിടുക. നമ്മൾ ഉപയോഗിക്കാൻ നേരം മാത്രം ഇത് ഓൺ ചെയ്യാം. പിന്നെ ഇത് നമ്മൾ ചാർജ് ചെയ്യാൻ വേണ്ടിയാണ് ഈ അഡാപ്റ്റർ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഏകദേശം നമുക്കൊരു 1/4 മണിക്കൂറോളം ഒന്ന് കുത്തിയിട്ടാൽ മതി, നല്ല ഒത്തിരി നേരം ചാർജ് കിട്ടും. അപ്പോൾ ഈ ബാറ്ററി ചാർജ് കുറഞ്ഞു പോയാൽ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഈ അഡാപ്റ്റർ ഇട്ടിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പ്രവർത്തനം എന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു IR സെൻസറാണ്. ഇത് IR സെൻസർ എന്ന് പറയുന്നത് ഇതാണ് IR സെൻസർ. ഈ IR സെൻസർ വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോജക്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ സെൻസറിൻ്റെ പ്രവർത്തനം എന്ന് ചോദിച്ചാൽ ഒരു വസ്തു ഇതിൻ്റെ ഫ്രണ്ടിൽ വന്ന് ഇത് വരുമ്പോഴത്തേക്കും ഇങ്ങനെ നമ്മുടെ കൈ അല്ലെ എന്തെങ്കിലും ഒരു വസ്തു ഇങ്ങനെ തടഞ്ഞു വരുമ്പോഴത്തേക്കും ഇത് ഈ IR സെൻസ് ചെയ്തിട്ട് ഇത് ഒരു 5 വോൾട്ട്, അത് 5 വോൾട്ട് വർക്ക് ചെയ്യുന്ന ഒരു സെൻസറാണിത്. ഇതിൻ്റെ ഒരു ലീഡിൽ പോസിറ്റീവും അപ്പുറത്തെ ലീഡ് ഗ്രൗണ്ടും കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ അതിൻ്റെ പൾസ് വരും. ആ വരുന്ന പൾസിനെ നമ്മളൊരു റിലേ വഴി എടുത്തിട്ടാണ് അതായത് ഇതുപോലെയുള്ള ടോയ് മോട്ടറുണ്ട്. ഇത് ടോയ് മോട്ടർ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ബക്കറ്റിൻ്റെ മുകൾ ഭാഗം പൊങ്ങി വരാൻ വേണ്ടി ഇങ്ങനെ പൊങ്ങി വരാൻ വേണ്ടി ഇതിവിടെ ഈ ടോയ് മോട്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ടോയ് മോട്ടർ എന്ന് പറയുന്നത് 6 വോൾട്ട് വർക്ക് ചെയ്യുന്നതാണ് ഈ ടോയ് മോട്ടർ. ഈ ടോയ് മോട്ടർ 6 വോൾട്ടിലും ഇത് 5 വോൾട്ടിലുമാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് 5 വോൾട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ഇതിനൊരു റെഗുലേറ്റർ, ഒരു IC വെച്ചിട്ടാണ് ഇതിൻ്റെ ഈ കറണ്ട് കുറച്ചാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതിന് നമ്മൾ കൊടുത്തിരിക്കുന്നത് 6 വോൾട്ടിൻ്റെ ഈ ബാറ്ററി എന്നുള്ള സപ്ലൈ ആണ് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു റിലേ മുഖാന്തരമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന റിലേ. ഇതാണ് ഈ റിലേയിൽ ഇതിൻ്റെ പൾസ് ഈ സെൻസറിൻ്റെ ഇവിടെ വരുന്ന പൾസ്, മുമ്പേ പറഞ്ഞ പോലെ ഇവിടെ വരുന്ന പൾസ് ഈ റിലേയിലേക്ക് ഒരു 547 എന്ന് പറഞ്ഞൊരു ട്രാൻസിസ്റ്റർ ഇട്ടിട്ട് ആ ട്രാൻസിസ്റ്റർ വഴിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പം ഡയറക്റ്റ് നമുക്ക് ഈ റിലേയിലേക്ക് ഈ പൾസ് ഈ വരുന്ന വോൾട്ടേജിന് ഇതിൻ്റെ അകത്ത് വരുന്നതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു മോട്ടോർ വർക്ക് ചെയ്യിക്കാൻ പറ്റത്തില്ല. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ BC 547 എന്ന് പറയുന്ന ഒരു ട്രാൻസിസ്റ്റർ ഇട്ടിട്ടാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. അപ്പം ആ ട്രാൻസിസ്റ്റർ വഴിയാണ് നമ്മൾ ഈ സർക്യൂട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആ പൾസ് ഇതിൻ്റെ ഒരു കോണ്ടാക്റ്റ് വന്നു കഴിയുമ്പോഴത്തേക്കും റിലേ ഓപ്പൺ ആവുകയും ഈ റിലേ ഓപ്പൺ ആയി കഴിയുമ്പോഴത്തേക്കും ഇതിൽ നിന്ന് മോട്ടറിലേക്ക് സപ്ലൈ വന്നിട്ട് ആണ് ഈ മോട്ടോർ വർക്ക് ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ പ്രവർത്തനം.